നമസ്കാരം. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 13 പേരെ ഉപദേശസമിതി അംഗങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുന്നു. നറുക്കെടുപ്പായിരുന്നു. നറുക്കെടുപ്പിൽ ഇപ്പോൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ ആളുകളാണ് ഇപ്പോൾ കമ്മിറ്റി പിടിച്ചടക്കിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. ക്ഷേത്ര ഉപദേശ സമിതിയുടെ തെരഞ്ഞെടുപ്പ് രാവിലെ തുടങ്ങിയതാണ്. എന്നാൽ സംഘത്തിന്റെ പ്രവർത്തകർ ഇപ്പോൾ കമ്മിറ്റി പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. സംഘത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയൊക്കെ വെച്ചുന്ന നമസ്കാരം ചേട്ടാ, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിനകത്ത് ഗണപതിയുടെ അനുഗ്രഹം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഉപദേശസമിതിയുടെ ഒരു ചുമതലയിൽ വരുന്നത് ഞാൻ നേരത്തെ മുമ്പായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുത്തു, പ്രസിഡന്റായി. അത് ഗണപതിയുടെ അനുഗ്രഹം. എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നിലനിർത്തുവാൻ വേണ്ടിയും ഭക്തജനങ്ങളുടെ സൗകര്യം ഒരുക്കുവാൻ വേണ്ടിയും ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി എന്നാൽ കഴിയുന്ന പരമാവധി ശ്രമം ഞങ്ങളുടെ ഈ 13 പേരുടെ കൂട്ടായ്മയും അതുപോലെ ദേവസ്വം ഉദ്യോഗസ്ഥരോടക്കമുള്ള എല്ലാവരും കൂടെ ചേർന്ന് കൂട്ടായിട്ട് ഒരു കുടുംബം പോലെ തന്നെ നിന്ന് ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുള്ള ലോകമുണ്ടെങ്കിൽ അത് തീർത്ത് നമ്മളെ കൊണ്ട് പരമാവധി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഈ ഭക്തജനങ്ങൾക്ക് ഉറപ്പുവെക്കുകയാണ്. ഭക്തജനങ്ങളാണ് ഇവിടുത്തെ പ്രധാനമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ബോധി എല്ലാം ഉണ്ട്. ഭക്തജനങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ കിട്ടുക, അതാണ് പ്രധാനമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ സേവന സന്നദ്ധരായിട്ട് തന്നെ നിന്ന് ക്ഷേത്രത്തിന്റെ പുരോഗതിക്കും ഐശ്വര്യത്തിനും വേണ്ടി നിലകൊള്ളുമെന്ന് വാക്ക്. 160 പേരുണ്ട്. അതിനകത്ത് 13 പേരെ കൊട്ടാരക്കര മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പാണ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഈ അടുത്ത സമയങ്ങളിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്ഷേത്രമാണ്. മണ്ഡലകാലം ആരംഭിച്ച് ഏതാണ്ട് 12 ദിവസം കഴിഞ്ഞ് 13ാമത്തെ ദിവസം എത്തിയിരിക്കുന്ന ദിവസത്തിലാണ് പുതിയ ഭരണസമിതി നിലവിൽ വന്നത്. നമുക്കറിയാം, ക്ഷേത്രാചാരങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനും പ്രത്യേകിച്ചും ഈ മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു പുതിയ ഭരണസമിതിയായിരിക്കും നമ്മുടെ ശിവപ്രസാദ് ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള 13 അംഗ ഭരണസമിതി. തീർച്ചയായും കൊട്ടാരക്കര ശ്രീ മഹാഗണപതിയുടെ പ്രശസ്തി കൂടുതൽ വ്യാപിപ്പിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിയട്ടെ, മഹാഗണപതി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 13 അംഗ കമ്മിറ്റി ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിൽ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ശിവപ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടനെയാണ്. മുമ്പും അദ്ദേഹം കമ്മിറ്റിയിൽ നിന്നുണ്ട്. ഇപ്പോൾ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ കമ്മിറ്റിയിൽ പുതിയതായി ഇന്നു മുതൽ ചാർജ് എടുക്കുന്നത്. നമുക്കറിയാം, ഉച്ചമാസം തുടങ്ങിയ കാലം മുതൽ തന്നെ ഈ കമ്മിറ്റി ഒന്നും ഇല്ലാത്തതിന്റെ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനാൽ ഇപ്പോൾ പുതിയ ഒരു കമ്മിറ്റി ഇന്നു മുതൽ ചാർജ് എടുക്കുകയാണ്. അല്പസമയത്തിനകം ഈ പുതിയ ഉപദേശ സമിതി ഓഫീസ് ഇപ്പോൾ അവർ താക്കോൽ ഉപയോഗിച്ച് തുറന്ന് അകത്തേക്ക് കയറും. 13ഓളം പേരാണ് ഇപ്പോൾ പുതിയതായി ഈ ഒരു കമ്മിറ്റി ചാർജ് എടുക്കുന്നത്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്ര പരിസരമാണ്. ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമുക്ക് അറിയാം 13 അംഗ കമ്മിറ്റി ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായി ചാർജ് എടുത്തവർ ഇപ്പോൾ അല്പസമയത്തിനകം ആദ്യ കമ്മിറ്റിക്കായി കൊട്ടാരക്കര ഉപദേശ സമിതി ഓഫീസിലേക്ക് കയറും. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഈ ഉപദേശ സമിതി അംഗങ്ങൾക്ക് കഴിയട്ടെ. കൊട്ടാരക്കരയിലെ മഹാഗണപതി ക്ഷേത്രം നമുക്കറിയാം, ലോകമെമ്പാടും അറിയപ്പെട്ട ആ ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുത്ത കമ്മിറ്റി അല്പസമയത്തിനകം ഈ ഒരു കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവേശിക്കും. രാവിലെ മുതൽ വലിയ ഒരു തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മത്സരത്തിനൊക്കെ ആയിട്ട് നമുക്ക് അറിയാം, മുൻപ് കമ്മിറ്റി കണ്ണങ്കര അനുചേട്ടൻ്റെ ശേഷക്കാരൻ ഉൾപ്പെടെ ഈ ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. അല്പസമയത്തിനാണ് ബാക്കിയുള്ളവർ കൂടി ഏകദേശം 13 പേരടങ്ങുന്ന സംഘം, 13 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇപ്പോൾ പുതിയ കമ്മിറ്റിയിൽ ചാർജ് എടുത്തിരിക്കുന്നത്. അവർക്ക് ഒരുപാട് ഇപ്പോൾ ഉപദേശ സമിതി ഓഫീസ് തുറക്കുകയാണ്. ഉപദേശ സമിതി ഓഫീസ് പുതിയ കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷം തുറക്കുകയാണ്. തുറന്ന് അകത്തേക്ക് അവർ പ്രവേശിക്കുകയാണ്. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ പുതിയ കമ്മിറ്റി കഴിയട്ടെ. ക്ഷേത്രവുമായൊക്കെ വളരെയധികം ബന്ധമുള്ള ആളുകളാണ് ഇപ്പോൾ കമ്മിറ്റിയിൽ കയറിയിരിക്കുന്നത് എന്നുള്ളത്. സംഘത്തിന്റെ RSSന്റെ ഒക്കെ പ്രധാനപ്പെട്ട ആളുകൾ ഈ ഒരു കമ്മിറ്റിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ സ്വീകരിക്കുവാൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നിരവധി ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് ഉപദേശ സമിതിയിൽ പുതിയതായി ചാർജ് എടുത്ത കമ്മിറ്റി ഭാരവാഹികൾ ഇപ്പോൾ ആ ഒരു ഓഫീസിലേക്ക് കയറുവാൻ പോവുകയാണ്. നമുക്കറിയാം, ലോകമെമ്പാടും അറിയപ്പെട്ട ഒരു മഹാഗണപതി ക്ഷേത്രത്തിലെ ഭാരവാഹിയാവുക എന്ന് പറയുമ്പോൾ അത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. 13 അംഗ കമ്മിറ്റി ഇപ്പോൾ പുതിയ ഒരു ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ ക്ഷേത്രത്തിന്റെ പരിസ്ഥിതി നിലനിർത്തുവാനും അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്കും ഭക്തജനങ്ങൾക്ക് സൗകര്യം ഒരുക്കുവാനും ക്ഷേത്രത്തിന്റെ സ്ഥിതി വർദ്ധിപ്പിക്കുവാനും ക്ഷേത്രത്തിന്റെ നന്ദികൾ അറിയിക്കുവാനും ക്ഷേത്രത്തിന്റെ ഐശ്വര്യം വീണ്ടെടുക്കുവാൻ വേണ്ടി എല്ലാവരും കൊട്ടാരക്കര
ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പുതിയ ഉപദേശസമിതി ചാർജത്തിന് ശേഷം അവരിപ്പോൾ ആ ഒരു ഓഫീസിനുള്ളിലേക്ക് കയറുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പുതിയ ഉപദേശസമിതി ഞങ്ങൾക്ക് കഴിയട്ടെ. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വമാണ് ഇപ്പോൾ ഈ ഒരു പുതിയ കമ്മിറ്റിയിലേക്ക് കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് മലയാള ആർഎസ്എസിന്റെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഈ ഒരു പദവിയിൽ എത്തിയിരിക്കുന്നു. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം സുരക്ഷിത കരങ്ങളിൽ എത്തിയിരിക്കുന്നു. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം ഇനി മുതൽ സുരക്ഷിത കരങ്ങളിലായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ എടുത്ത 13 അംഗ കമ്മിറ്റി എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പുതിയതായി തെരഞ്ഞെടുത്ത 13 അംഗ കമ്മിറ്റി അവരിപ്പോൾ പുതിയതായി ഓഫീസിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ. ഇനി മുതൽ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം സുരക്ഷിത കരങ്ങളിൽ അർഹതപ്പെട്ട കരങ്ങളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ക്ഷേത്ര ഉപദേശ സമിതി തെരഞ്ഞെടുപ്പിൽ RSS ആണ് ഇപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ ഒരു പദവിയിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. RSSന്റെ പ്രധാന നേതൃത്വം ഈ ഒരു ചുമതലയിൽ വന്നിരിക്കുന്നു. 13 അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മുതൽ ഈ 13 അംഗ കമ്മിറ്റി ഈ ഒരു ക്ഷേത്രത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ സുരക്ഷിത കരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം വൃശ്ചികമാസമൊക്കെ ആയപ്പോൾ തന്നെ ഈ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മുതൽ ഈ ഒരു സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം തന്നെ ഈ ഒരു ക്ഷേത്ര ഭാരവാഹിത്വം ഏറ്റെടുത്തിരിക്കുന്നു. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉപദേശസമിതി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ് ഇപ്പോൾ കമ്മിറ്റിയിൽ കയറിയിരിക്കുന്നത്. ഓഫീസിലേക്ക് എത്തിച്ചാൽ മതിയല്ലോ, ഒപ്പിടിയിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ കാര്യങ്ങൾ പറയുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിനി ആദ്യം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. സ്ഥാനം ഔദ്യോഗികം മാത്രമാണ്, പ്രവർത്തനം ഒന്നിച്ചാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് അദ്ദേഹം വേണുഗോപാൽ എന്ന് പറയുന്ന ഇദ്ദേഹം എൻ്റെ ഒരു ശക്തിയാണ്. അതായത് എനിക്കൊരു ശക്തി തന്നെയാണ് അദ്ദേഹം, എൻ്റെ ഒരു വലങ്കൈയാണ്. അതുപോലെ എല്ലാവരും ആയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം, ഒന്നിച്ച് കൂട്ടായിട്ട് പ്രവർത്തിക്കണം, ഒന്നിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കണം. ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന ഒരു പരിപാടിയില്ല. നമ്മൾ 13 പേരും ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു കുടുംബമാണിത്. ക്ഷേത്ര ഐശ്വര്യം നിലനിർത്താൻ വേണ്ടി, ക്ഷേത്രത്തിൻ്റെ വസ്തുക്കൾ നിലനിർത്താൻ വേണ്ടി, ഭക്തജനങ്ങളുടെ സൗകര്യമൊരുക്കാൻ വേണ്ടി, നല്ല പ്രസാദവും നിവേദ്യവും കൊടുക്കാൻ വേണ്ടി, എല്ലാവരോടും ഒരു സമഭാവത്തോടു കൂടി വരുന്നവരോട് സ്നേഹത്തോടെ പെരുമാറാൻ വേണ്ടി എല്ലാവരും പ്രാപ്തരാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ക്ഷേത്രത്തെ കൊണ്ടുവരണം. ഒരു മാതൃകാ ക്ഷേത്രമാക്കി മാറണം. കൊട്ടാരക്കര ക്ഷേത്രത്തിൽ ആരും കുറ്റം പറയാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഗണപതി നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ഊർജ്ജം തട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്. കൂട്ടായിട്ട് തന്നെ പ്രവർത്തിക്കുക. ഒരു അലോസരങ്ങളും ഇതിനകത്ത് ഉണ്ടാവരുത്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള വ്യക്തി വിദ്വേഷങ്ങളും ഉണ്ടാവരുത്. ഒരു തീരുമാനങ്ങളും അങ്ങനെ ഉണ്ടാവരുതെന്നാണ് ഞാൻ പറയുകയാണ്. നമ്മൾ ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കുക. എല്ലാ കാര്യങ്ങളും അവിടെ അറിയിച്ച് നമ്മൾ പരസ്പരം അങ്ങോട്ട് അറിയിക്കാത്തൊരു കാര്യങ്ങളും സ്വീകരിക്കുക. എല്ലാ കാര്യങ്ങളും വരാം തന്നെ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിനകത്ത് ഔദ്യോഗികം കൊടുക്കാൻ ആ കാര്യത്തിൽ പോലും വിരോധം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പുതിയ ഉപദേശസമിതി ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നു. RSSന്റെ തന്നെ നേതൃനിരയുള്ള ആളുകളാണ് ഇപ്പോൾ പുതിയ ഉപദേശസമിതിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു പ്രവർത്തനം സുഗമമായി പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിരവധി ആളുകൾ എത്തിയിരുന്നു, പല രാഷ്ട്രീയ കക്ഷികളും എത്തിയിരുന്നു. എന്നാൽ സംഘത്തിൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ പദവിയിൽ വന്നിരിക്കുന്നത്. അതെ, കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ക്ഷേത്ര ഉപദേശസമിതി ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിലുള്ള ആളുകൾ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഈ ക്ഷേത്രം ഇപ്പോൾ സുരക്ഷിത കരങ്ങളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി മുതൽ സുഗമമായി ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ പോകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. എന്താണ് പറയുന്നത്? കാരണം സംഘത്തിന്റെ ആളുകളാണ് കമ്മിറ്റി പറഞ്ഞത്. എന്താ പറയുന്നത്?
വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇപ്പോൾ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത്. അനിയണ നിനക്ക് പഴയ കമ്മിറ്റിയിലേക്ക് വളരെ സന്തോഷമാണ്. കുറേ നാളെ ശേഷം ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ ഗണപതിലെ കാര്യങ്ങൾ നടക്കണം എന്നാണ് ആഗ്രഹം. നല്ല നടന്നു പോകുന്നതാണ്. അദ്ദേഹം മഹാനഗര അനുഗ്രഹം പ്രാവശ്യം എൻ്റെ പെങ്ങളുടെ മോനും കൂടെ കമ്മിറ്റി വന്നിട്ടുണ്ട്. നല്ല കമ്മിറ്റിയാണ്. വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷയിൽ പോകുന്നു. സന്തോഷം, വളരെ സന്തോഷം. മഹാൻ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും കമ്മിറ്റിയോട് നമ്മൾ പ്രവർത്തിക്കാൻ പുറകിലുണ്ടാവും. എല്ലാ കാര്യങ്ങളും പുറകിലുണ്ടാവുമെന്ന് പറയുന്നു. ഓക്കെ, താങ്ക് യു. വർഷങ്ങളായി ക്ഷേത്രത്തിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കണ്ണങ്കര അനുചേട്ടൻ അദ്ദേഹത്തിന്റെ ശേഷക്കാരൻ ഉൾപ്പെടെ ഇപ്പോൾ പുതിയ കമ്മിറ്റി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കാഴ്ചവെച്ച പോലെ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അദ്ദേഹത്തിന്റെ ശേഷക്കാരനായിട്ടുള്ള അശ്വന്തിന് കഴിയും. അനുചേട്ടാ എന്താണ് പറയാനുള്ളത്? എന്താണ് ചേട്ടാ പറയാനുള്ളത്? കാരണം ഒരുപാട് കൃഷിയോടെ തുടങ്ങിയിട്ട് കുറേ കമ്മിറ്റിയിലായിരുന്നു, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം നല്ല രീതിയിൽ ഞങ്ങളുടെ സഹകരണം കൊണ്ട് മുന്നോട്ട് പോയി. അപ്പം നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന കമ്മിറ്റി നല്ല ഒരു വിശ്വാസമുള്ള ആൾക്കാരാണ് കമ്മിറ്റിയിലെല്ലാം. ഞാൻ 10 വർഷത്തോളം കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റായിട്ട് വർഷങ്ങളായിട്ട് നിർവഹിച്ചിരുന്നവരാണ്. ഇപ്പോഴത്തെ കമ്മിറ്റി എല്ലാം കയറിയിരിക്കുന്നവരെല്ലാം ഈശ്വര വിശ്വാസികളാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രതീക്ഷ ഉണ്ട്. ഏറ്റവും മികച്ച ഒരു കമ്മിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷം നമ്മൾ കമ്മിറ്റി അംഗമായിരിക്കാൻ ഭാഗ്യം കിട്ടി. തീർച്ചയായും നമ്മളെ പഴയ കമ്മിറ്റി എന്നുള്ള രീതിയിൽ ഈ ഒരു കമ്മിറ്റിക്ക് എല്ലാവരുടെ സപ്പോർട്ടും കൊടുത്ത് നമ്മളെല്ലാവരും ഒറ്റ ഗണപതിയാണ് മനസ്സിലാക്കുന്നത്. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നടക്കുന്നത്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് പുതിയ ഉപദേശ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. RSSന്റെയൊക്കെ തന്നെ പ്രവർത്തകരാണ് ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ വന്നിരിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കാരണം രാവിലെയായിരുന്നു കമ്മിറ്റി തുടങ്ങിയത്. അന്നേരം മുതൽ തന്നെ ഒരുപാട് പല രാഷ്ട്രീയ കക്ഷികളും ഇവിടെ എത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ സംഘപരിവാറിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ഒരു പദവിയിൽ ഈ ഒരു ഉപദേശ സമിതി അംഗമായി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും പറയുന്നത്. ഇത് പറയണ്ട വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കഴിയട്ടെ. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പുതിയ ഉപദേശ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത്. ദിവസങ്ങളായിട്ട് ഇവിടെ ഉപദേശ സമിതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ക്ഷേത്ര ഉപദേശ സമിതി വളരെ മംഗളകരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ക്ഷേത്ര ഉപദേശ സമിതി RSS പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ദിവസങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ബന്ധപ്പെട്ട ഉപദേശ സമിതിക്ക് കഴിയട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കരയെ സമയത്തോളം ഇതൊരു വലിയ ഒരു നേട്ടം തന്നെയാണ്. കാരണം മഹാഗണപതി ക്ഷേത്രത്തിൽ കമ്മിറ്റിയിൽ വരിക എന്ന് പറയുമ്പോൾ അത് മഹാഗണപതി കൃത്യമായ ആളുകളെ തന്നെ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കാരണം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തുകയും ക്ഷേത്രത്തോട് ഹൈന്ദവ വിശ്വാസങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിരവധി ആളുകൾ ഈ ഒരു പല രാഷ്ട്രീയ കക്ഷികൾ വന്നെങ്കിലും ഇപ്പോൾ RSSന്റെ പ്രതിനിധികളാണ് ഇപ്പോൾ 13 അംഗ കമ്മിറ്റിയിൽ കയറിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും നിരവധി ആളുകൾ ഒരു വനിതയാണുള്ളത്. ഒരു വനിതയാണുള്ളത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്താണ് പറയാനുള്ളത്? സന്തോഷം. നല്ല നടത്തിപ്പിന് വേണ്ടി എന്ത് കാര്യങ്ങളും അതിനെല്ലാത്തിനും പ്രവർത്തിക്കാൻ തയ്യാറാണ്. മുന്നോട്ട് പോവാം. എല്ലാവർക്കും അറിയാം സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയൊക്കെ പ്രതിനിധിയാണ് അദ്ദേഹം. നമുക്ക് പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷം. ഭഗവാൻ നമ്മളൊരു മാർക്കറ്റ് തന്നെ നമുക്ക് കയറാൻ കിട്ടിയതിനകത്ത് അമ്പലത്തിൻ്റെ എല്ലാ ഉദ്ഘാടനത്തിനും നല്ല ശകാന്തരം എല്ലാ എതിർപ്പുകളെയും നമ്മൾ ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. ഒരു മുൻജന്മ സുഖമായി കാണും. അർഹതപ്പെട്ട കരങ്ങളിൽ ഇപ്പോൾ മഹാഗണപതി ക്ഷേത്രം എത്തിയിരിക്കുന്നു. ഒരു വനിതയാണ് ഉള്ളത്. ഒരു വനിത എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഉദ്ദേശത്തിൽ ഒരു വനിതയാണുള്ളത് അല്ലേ? ശരിക്കും എന്താണ് പറയുന്നത് ഈ നിമിഷത്തിൽ? എനിക്ക് ഒരു കാര്യം പറയാനുള്ള നമ്മുടെ അമ്പലം വൃത്തിയായിട്ടിരിക്കണം. അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് നടക്കണം. അതൊരു കാര്യം നടക്കാൻ കഴിവതി നടക്കാൻ പാടില്ല. അതിന്റെ അപ്പത്തിനായാലും നിവേദ്യനായാലും എല്ലാ കാര്യത്തിനായാലും അമ്പലം നല്ല രീതിയിൽ നടന്നു. വിഷമമുണ്ടായി, ശരിക്കും ഉണ്ടായി. നാദില്ലാ കളരിയായി അങ്ങനെ പറഞ്ഞാൽ ഇതായത് ഇപ്പം അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞത് പ്രദേശം തെരഞ്ഞെടുക്കണം. അങ്ങനെ തെരഞ്ഞെടുത്തു എല്ലാവരും നല്ല രീതിയിൽ പോവുക. ക്ഷമയായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടവർ വേണം ഒരു ഉപദേശ സമിതിയായിട്ട് വരാനുള്ളത്. വേറൊരിടത്ത് ജോലി ചെയ്യുന്നവർ വേറെ നാട്ടുകാരെ ഒരിക്കലും അങ്ങനെ ആവില്ല. ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് അമ്പലത്തിൽ വരുന്നവർ മാത്രമേ ഉപദേശ സമിതി അംഗമാകാവൂ. കാരണം അമ്പലത്തിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന
അങ്ങനെ വേണം ഒരു ഉപസമിതി ആളുകളെ എടുക്കാൻ. ഭഗവാൻ അങ്ങനെ തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. തെരഞ്ഞെടുത്തു. അപ്പൊ രാവിലെ ചേച്ചി വരുന്ന സമയത്ത് ഒരു ഞാൻ പ്രതീക്ഷ 4 മണി ഇവിടെ ഉണ്ടായിരുന്നു. വരും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരും. അതെ, നിർമ്മലം വരുന്ന ഭക്തയാണ് എല്ലാ ദിവസവും. കൃത്യമായിട്ട് അല്ലേ? തീർച്ചയായിട്ടും ആവതുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിരിക്കും. മഴയാണെങ്കിൽ വെയിലാണെങ്കിൽ 4:20 ആകുമ്പോൾ ഭഗവാന്റെ നട തുറക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ചില ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അതെ, അങ്ങനെ നല്ല രീതിയിൽ നടക്കണം. ഈ 13 അംഗ കമ്മിറ്റിയിൽ വനിതയായുള്ളത് ഒരു ചേച്ചിയാണ്. അനിത എന്നാണ് ചേച്ചിയുടെ പേര്. സുരേഷണ്ണ എന്താണ് സുരേഷണ്ണ ഈ നിമിഷത്തിൽ പറയാനുള്ളത്? വളരെ വളരെ സന്തോഷം തോന്നുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ മഹാഗണപതിയെ ഞാൻ 90 മുതൽ 89 മുതൽ മഹാഗണപതിയെ സ്ഥിരം വന്ന് വിടുന്ന ഒരാളാണ്. 90കളിൽ ഞാൻ അന്ന് ഉപദേശ സമിതിയല്ല, ഉത്സവ കമ്മിറ്റിയാണ് അതിലുണ്ടായിരുന്നു ഞാൻ. അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഭഗവാൻ തന്നേക്കുന്നത്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു, ദുബായിലായിരുന്നു. എയ്ത്ത് മലയാളികളുടെ കൂടെ ദുബായിലായിരുന്നു. അദ്ദേഹം ഈ ഒരു ഇലക്ഷനായിട്ട് മാത്രമാണ് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഭഗവാൻ കഴിഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിനോട്. കാരണം ഞാൻ അവിടെ വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അദ്ദേഹം നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അത് ഈ ഒരു നിയോഗമാണ്, അത് ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് ഭഗവാന്റെ അനുഗ്രഹം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? സന്തോഷം. നേരത്തെ നമ്മുടെ ഉപദേശം ഉണ്ടായിരുന്ന ആളാണ്. വീണ്ടും ഒരു ഇത്രയും പേര് നഷ്ടപ്പെടുത്തപ്പോൾ നമുക്ക് ഒരു അവസരം കൂടി വരുമല്ലോ ഭഗവാനെ സേവിക്കാം. മഹാഭാഗ്യം തന്നെയാണ്. എല്ലാ ദിവസവും ക്ഷേത്രത്തിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ, എല്ലാ ദിവസവും പറയുന്നില്ല, സമയം കിട്ടുമ്പോഴെല്ലാം വരും. 13 അംഗ കമ്മിറ്റിയുടെ അത് വലിയ സന്തോഷം. നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യും. ശരി.